മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി വേങ്ങൂർ ആനാട്ടുതോടിലെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് മൈൻഡ് ഓഫ് അങ്കമാലി പുറത്തുകൊണ്ടുവന്ന വാർത്തയുടെ ഗൗരവം ഏറ്റെടുത്ത് പൊതുസമൂഹം. അങ്കമാലി നഗരസഭാ ചെയർമാന്റെയും വാർഡ് കൌൺസിലറുടെയും നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഒത്തുചേർന്ന് വിഷയം ചർച്ച ചെയ്തു. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ചിരുന്ന ശുദ്ധജല സ്രോതസ്സാണ് മാലിന്യം തള്ളൽ മൂലം നാശോന്മുഖമായത്. വൻകിട കമ്പനികളും അരിമില്ലുകളും ഇതര വ്യവസായ സ്ഥാപനങ്ങളും വർഷങ്ങളായി ആനാട്ടുതോട്ടിലേക്ക് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ വിഷം കലർന്ന രാസമാലിന്യങ്ങളും കക്കൂസ് മാലിന്യവുമെല്ലാം കലർന്നിട്ടുണ്ട്. തോടിന്റെ ഇരുവശങ്ങളിലും കയ്യേറ്റവും നിരവധിയാണ്. ഒരു കാലത്ത് പ്രദേശവാസികൾ അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിച്ചിരുന്ന ജലാശയത്തിനാണ് ഈ ദുർഗതി. അങ്കമാലി നഗരസഭയുടെയും കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയാണ് ആനാട്ടുതോട്. എന്നാൽ തോട് സംരക്ഷിക്കുന്നതിന് 2 തദ്ദേശ സ്ഥാപനങ്ങളും ഉചിതമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. തോട്ടിലേക്ക് മാലിന്യം തള്ളുന്ന കമ്പനികളും റൈസ് മില്ലുകളുമെല്ലാം കാലടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം മാലിന്യ നിക്ഷേപത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരിൽ ഏറെയും അങ്കമാലി നഗരസഭാ നിവാസികളുമാണ്. ആനാട്ടുതോടിനെ തടങ്കലിൽ വെച്ച് മലിനമാക്കുന്നു എന്ന വാർത്ത മൈൻഡ് ഓഫ് അങ്കമാലി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 11ാം വാർഡ് കൌൺസിലർ ലേഖാമധു ഇടപെട്ട് പ്രദേശവാസികളുടെ അടിയന്തര യോഗം വിളിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തോടിലേക്കൂടെ ഒഴുകുന്ന വെള്ളം അതിമലിനമായ രൂക്ഷമായ ഗന്ധത്തോടു കൂടിയതാണ്. പരിസരവാസികൾക്ക് ഇവിടെ ഇരിക്കാനോ കൃഷിക്കാർക്ക് അതിലിറങ്ങി കൃഷി ആവശ്യത്തിന് ഒന്ന് വെള്ളമെടുക്കാനോ കയ്യും കാലും നനയ്ക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ സ്ഥിതി തുടരുമ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് ക്ഷമിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ തോടുകൾ മലിനമാകുമ്പോൾ നമ്മുടെ കിണറുകൾ ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെ മലിനമാകുന്ന അവസ്ഥയുണ്ട്. വേങ്ങൂർ ശാന്തി ഭവനം നഗരസഭാ ഫ്ളാറ്റ് അങ്കണത്തിലായിരുന്നു യോഗം. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വിഷയത്തിൽ നഗരസഭാ ഭരണസമിതിയുടെ ഇടപെടൽ സംബന്ധിച്ച് വിശദീകരിച്ചു. ഓടിച്ചെന്ന് സമരം ചെയ്തിട്ട് കാര്യമില്ല, അതിന് കളവൊരുക്കണം. ആദ്യം തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കാലടി പഞ്ചായത്തിനെ ഇതിൽ കക്ഷിയാകണം. വേണ്ടി വന്നാൽ MLA കൊണ്ടൊരു യോഗം അങ്കമാലി മുനിസിപ്പാലിറ്റിയും കാലടി പഞ്ചായത്തും ഒക്കെ കൂടി ആനാട്ടുതോട്ടിന്റെ കരയിലൂടെ ഉള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ചാൽ കാര്യങ്ങളിലേക്ക് കൊണ്ടു. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മൾ ചമ്മന്നൂരൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ പിന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വരുത്തി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, വരുത്തണമെങ്കിൽ വരുത്തണം. ഈ കമ്പനികൾക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് അവരായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരെയും കൂടി വിളിച്ച് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അവസാനം ഒരു നിവൃത്തിയില്ലെങ്കിൽ അതിർത്തിയിൽ നമുക്ക് എന്തെങ്കിലും സംവിധാനം വേറെ ചെയ്യേണ്ടി വരും. നമ്മളിത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കണം, അത് എടുപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതിനെല്ലാവരും ഒരുമിച്ചുണ്ടായാൽ നമുക്ക് പറ്റും. സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് നഗരസഭയ്ക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. തോട് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തികഞ്ഞ അലംഭാവമാണ് പുലർത്തുന്നതെന്ന് യോഗത്തിൽ വിമർശനമുണ്ടായി. ഇവിടെ ഇത് കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ദയനീയ അവസ്ഥയാണ്. ആ തോടിന്റെ ഒരു സൈഡിൽ കിടക്കുന്ന ഒരാളുടെയും കിണറിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു പുതിയ കിണർ താത്തിയിട്ട് വെള്ളം കണ്ടത് ഈ കരിവാല വന്നത്. അവര് വീട്ടുകാരൊക്കെ പാടെ ഓടി പെരിയാറിലേക്ക് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു അതാ മൂടിക്കോ, എത്ര ചെലവെന്ന് വെച്ച് തന്നൊക്കെ 20,000 രൂപ കൊടുക്കുന്നത്. അപ്പൊ അതേമാതിരിയുള്ള അവസ്ഥയാണ്. ഞാനൊരു കർഷകന് 47 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നവരാണ്. നമ്മുടെ ചെറുകര ആനാട്ടുതോടിൽ വന്ന് ചേർന്നത് ചെറുകരത്തോടാണ്. ചെറുകര എന്ന് പറഞ്ഞാൽ പെരിയാറിന്റെ 3 റൈസ് മില്ല് അവരെ ഗോതമ്പ് ആ ജില്ലയെ വെള്ളവും ഈ തോട്ടിലേക്ക് വരുന്നു. പിന്നെ ടോഡിയൻസിന്റെ
അപ്പൊ അങ്ങനെ അത്രയും പെരിയ മറ്റേ PDDPയുടെ ജലമുണ്ട്, അത് അവരവിടെ ഒരു പരിധി വരെ അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അത് കോൺട്രാക്ട് ബേസിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചില സമയത്ത് അവര് ഇങ്ങോട്ടും ഈ തോട്ടിലേക്ക് വിടുന്നുണ്ട്. റൈസ് മില്ലുകളെ കൂടാതെ ടോളിൻസ് ടയർ കമ്പനിയിൽ നിന്നും PDDPയിൽ നിന്നും തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നതായും ആക്ഷേപമുയർന്നു. കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് ആരാന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ചില രാത്രിയാണ് അവർ ചെയ്യുന്നത്. ഈ ആനാട്ട് തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത് ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പള്ളിക്ക് തോമസന്റെ മില്ല്, മാർട്ടിയുടെ മില്ല്, ടോളിൻസിലെ വേസ്റ്റ്, ടോളിൻസിലെ സ്റ്റാഫിന്റെ അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവരുപയോഗിക്കുന്ന മാലിന്യ വസ്തുക്കൾ, ടോയ്ലറ്റ് എന്ന് വേണ്ട എല്ലാ വസ്തുക്കളും ഇതിലേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ PDDPയിൽ ചെന്ന് കാണുമ്പോൾ നല്ല വൃത്തി മെനയൊക്കെ ആയിട്ട് ആണ് അവിടെ കിടക്കുന്നത്. ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചെല്ലുന്നത് എന്നുള്ള വിവരം അവരറിയും. അപ്പോൾ എല്ലാ ഭംഗിയായിട്ടാണ് അവിടെ ഇട്ടുക. അതിനുശേഷം അവർക്ക് ആവശ്യമുള്ളപ്പോൾ വലിയ പൈപ്പ് ഉപയോഗിച്ച് ഈ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്ന ഒരു പ്രവണതയാണ് അവിടെ കണ്ടുവരുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് കാലടി പഞ്ചായത്തിലാണ്. ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേര് ഒപ്പിട്ട് നിവേദനങ്ങൾ കളക്ടർ, MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ എന്നിവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പരാതി നിലനിൽക്കുമ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ശരിയാണെങ്കിൽ പിന്നെ എന്തിനു ഈ ലൈസൻസ് ഇവർക്ക് വർഷാവർഷക്കാലം പുതുക്കി കൊടുക്കുന്നു? മാലിന്യം തള്ളൽ അവസാനിപ്പിക്കുന്നതിന് ശക്തമായ പ്രത്യക്ഷ സമരം വേണ്ടിവരുമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. ഇവിടെ ഒരുപാട് റൈസ് മില്ല് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊന്നും അടച്ചുപൂട്ടുമെന്ന് നിങ്ങൾ ആരും ആയിരിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ വ്യവസായം നടത്തിക്കോട്ടെ. പക്ഷെ നമുക്ക് നാട്ടുകാർക്ക് അതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാൻ പോകുന്നത്, നമ്മൾ മൈൻഡ് ഓഫ് അങ്കമാലി നമ്മുടെ ചാനലിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ ബാബുരാജായാലും അരുണായാലും ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ ഒരു പ്രാദേശിക വിഷയമാണത്. പക്ഷെ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ അവര് കൃത്യമായി ഇത്തരം വാർത്തകൾ, അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ജാതിമത ഭേദമൊന്നും ഇല്ലാതെ ആര് പറഞ്ഞാലും ശരി ആ പ്രശ്നത്തിന്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് അത്രയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു സന്മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഒരുപാട് ചാനലുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. പക്ഷെ അവരൊന്നും ഇത്തരം കാര്യങ്ങൾ ആ രീതിയിൽ ഏറ്റെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അവർ ഏറ്റെടുക്കാത്തതുകൊണ്ടാണോ എന്റെ സത്യം പുറത്തുനിന്ന് എനിക്കറിയില്ല. ഇപ്പൊ പ്രാദേശികമായി ഇങ്ങനത്തെ ഒരു ചാനൽ ബാബുരാജേട്ടൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനാണ്. ഞാൻ പലപ്പോഴും വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടി ഇത്രയും കൈകാര്യം ചെയ്യാറുണ്ട്. ഇതും അങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമ്മുടെ പ്രദേശത്തെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗമല്ലാതെ ഇത് ഈ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെയും നമ്മുടെ മുൻ കൗൺസിലറുടെ ശരീര ദിവസം ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിന്റെ പ്രശ്നം എന്നുള്ള നിലയിൽ ബഹുമാനായ ചെയർമാനും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ വരാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ യോഗങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലങ്ങളിൽ എത്തിക്കാനും കാണിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള താല്പര്യത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്ന് പ്രവർത്തനങ്ങൾക്കായി കമ്മിറ്റിക്കും രൂപം നൽകി. വാർഡ് കൌൺസിലർ ലേഖാമധു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, 11-ാം വാർഡ് വികസന സമിതി കൺവീനർ KR ഷാജി, വേങ്ങൂർ സ്വപ്ന നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PI ബോസ്, വേങ്ങൂർ ഈസ്റ്റ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നാലപ്പാട്ട് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.